ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വെള്ളയപ്പം എന്നും പറയും ഇതിന്. പിന്നെ ഈ പാലപ്പം ഉണ്ടാക്കുമ്പം പലരും പറയുന്നത് കേൾക്കാം, ശരിയാവുന്നില്ല, കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പല രീതിയിൽ ഉണ്ടാക്കാം, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടി 2 കപ്പ് അരി കുതിരാനിട്ട് ഒരു 4 മണിക്കൂർ കുതിരാനിട്ടിട്ടുള്ളൂ. അതിനെ ഞാൻ കുതിർത്തെടുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി 1 കപ്പ് തേങ്ങ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോറ് ഞാൻ ഒരു 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് 3/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് ഞാൻ അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകണം. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാവെള്ളമാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങാവെള്ളം ഇല്ല എന്ന് വെച്ചിട്ട് വേറെ വിഷയമൊന്നും ഇല്ല. അവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം ആദ്യം തന്നെ കൂടി പോകരുത്. നമുക്കൊരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയുമില്ല, ആ ഒരു ലെവലിലേക്ക് എടുക്കാൻ നോക്കുക കേട്ടോ. ദോശയെക്കാട്ടി കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് പാലപ്പത്തിന് വേണ്ടത്, അതായത് വെള്ളയപ്പത്തിന് വേണ്ടുന്നത്. പാലപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്ന് അതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചൂട്, നമ്മൾ അപ്പം ചുടുമ്പോൾ ഉള്ള ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ് കേട്ടോ അപ്പം ശരിയായി വരാൻ. അപ്പോൾ ഞാനാണെങ്കിൽ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്നുകൂടെ ലൂസാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലൂസാണോ മാവിന് വേണ്ടുന്നത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒരുപാട് ലൂസായി പോകരുത്, നമുക്ക് അപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ ശരിയാവില്ല. ഈ ഒരു ടെക്സ്ചറിൽ എടുക്കുക. പിന്നെ ഇതിലും നമുക്ക് ഇനി പൊങ്ങി വന്നു കഴിഞ്ഞ് നമുക്ക് അത് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഒന്നുകിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, അതല്ല എങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അതിനെ ഒന്നുകൂടെ ലൂസാക്കി എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 3 to 4 hours കേട്ടോ. അതിന് ശേഷം മാവ് കറക്റ്റായിട്ട് റെഡിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഡിന്നറിന് വേണ്ടി റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ അരി ഇട്ടതും വൈകുന്നേരം ഞാൻ ഇതുപോലെ അരച്ച് വെച്ചതും ഒക്കെ ഈ ഒരു കുറച്ച് ടൈമിനുള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് നമുക്ക് ഇതിന് വേണ്ടി പണിപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പാലപ്പം, അതായത് വെള്ളയപ്പം എന്ന് പറയുന്നത്. പലരും ഞാനിങ്ങനെ യൂട്യൂബിൽ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്, പല സ്റ്റെപ്പുകളായിട്ട് ഭയങ്കര പ്രൊസീജിയറായിട്ടൊക്കെ കാണിക്കുന്ന കണ്ടാൽ, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ചുട്ടെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ ചട്ടി ചൂടായി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂട് കൂടുതൽ വെക്കാൻ പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ കറക്റ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ ആ ചൂടിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം ഞാൻ ആദ്യത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, ഇതൊരു മാവ് കുറച്ചൊരു കട്ടിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സൈസിൽ വന്നിട്ടുള്ളൂ. കുറച്ചുകൂടെ ലൂസാക്കും ഞാനിനി. അപ്പോൾ ഈ ഒരു ലെവലിൽ നല്ല സോഫ്റ്റായിട്ടുള്ള സൂപ്പറായിട്ടുള്ള അപ്പമാണ്. പിന്നെ ഷുഗർ നിങ്ങൾക്ക് കുറച്ച് മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഷുഗറൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ അധികം ഷുഗറൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫിഷ് മോളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് മോളിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, ഡിന്നറായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം നമുക്ക് പാലപ്പം, കടലക്കറി, അതുപോലെ തന്നെ വെജിറ്റബിൾ സ്റ്റ്യൂ, ചിക്കൻ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്നൊരു സൈഡാണ് കേട്ടോ പാലപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളയപ്പം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും ഇനിയിപ്പോൾ ക്രിസ്മസൊക്കെ വരുമ്പം പാലപ്പവും ചിക്കനും താറാവും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇനി ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിലൊരു ഐറ്റമായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അപ്പം സൂപ്പറായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഡിന്നറിന് വേണ്ടിയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡിന്നർ കഴിക്കാൻ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ അവർക്ക് സെർവ് ചെയ്യാൻ പോകണം. നല്ല പാലപ്പവും ഫിഷ് മോളിയും, നല്ല സൂപ്പറായ അപ്പവും ഫിഷ് മോളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടവും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.